നമ്മുടെ കുട്ടികൾക്ക് ജലദോഷം, ചെറിയ ചെറിയ തൊണ്ടടുപ്പ് അതൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ചെറിയ ചെറിയ ടിപ്സാണിത്. ഇപ്പം കുറച്ച് തുളസിയിലയും പനിക്കൂർക്കയിലയും നമ്മളിപ്പോൾ ഒരു വാഴയിലയിൽ കഴുകി എടുത്തിട്ട് വെച്ചേക്കുവാണ്. അതിങ്ങനെ ഉറക്കെ പറഞ്ഞോ. ഇത് ഇതുവരെ എടുത്തു വെച്ചിട്ട് അത് ഇതുവരെ വാഴയിലയിൽ ഇതേപോലെ വയ്ക്കണം. അതിനുശേഷം ഈ ഇല ഇങ്ങനെ ചുരുട്ടിയിട്ട് അതിൻ്റെ തന്നെ ഒരു നാരെടുത്ത് ചെറുതായിട്ടൊന്ന് കെട്ടുക. കാരണം ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് അതങ്ങനെ കെട്ടിയതിന് ശേഷം നമ്മൾ സാധാരണ ഈ എന്താ പറയുക കനലടുപ്പിലിട്ടാണ് ചുട്ട് വാട്ടിയെടുക്കാമെന്ന് പറയും. അങ്ങനെ ചെയ്യാനുള്ളൊരു സൗകര്യം ഇല്ലാത്തവർ ഇപ്പോൾ തൽക്കാലം ഇതേപോലെ ചെയ്താലും മതിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റൗ ജസ്റ്റ് ഓൺ ആക്കിയിട്ട് ഒന്ന് തീയിൽ കാണിച്ചിട്ട് അതൊന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഇലകൾ അത് ഒരല്പം വാടി നീര് വരുന്ന രൂപത്തിലേക്ക് ആയി കിട്ടും. അപ്പോൾ അത് ആ നീര് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് വെറുതെ കുട്ടികൾക്ക് വായിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിന് ചെയ്യാവുന്ന ഒരു ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പഴയ കാലഘട്ടത്തിൽ മറ്റേ കാരണവന്മാരൊക്കെ കുട്ടികൾക്ക് ചെയ്തു കൊടുത്ത ഒരു മെത്തേഡാണ്. സൂക്ഷിക്കണം ചെയ്യുമ്പോൾ. അത് അല്പം സൂക്ഷിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ മറ്റേ പിടിക്കുന്ന സാധനം വെച്ച് എങ്ങാനും അതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ട് വേണം കൈ പൊള്ളാതെ ഇതേപോലെ വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കുമ്പോൾ ഇല ശരിക്കും വാടി കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്കതിൽ നിന്ന് നീര് പിഴിയുമ്പോൾ കിട്ടുള്ളൂ. അങ്ങനെ നീര് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാലല്ലേ നമുക്ക് അസുഖം മാറാനായിട്ടുള്ള സാധ്യമായിട്ടുള്ള നീര് വേണമല്ലോ. അത് പനിക്കൂർക്കയുടെയും ഈ തുളസിയുടെയും ഒരു മിക്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പണ്ട് കാലം മുതൽ ചെയ്യുന്ന ഒരു ശീലമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ടാകും. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. താങ്ക് യു. ഇപ്പം നമ്മൾ അത് ശരിക്കും വാട്ടിയെടുത്തു. ഇനി നമ്മളത് തുറന്നു നോക്കാൻ പോവാണ്. അപ്പം ഇത് ഇങ്ങനെ ഇരിക്കും, ഈ ഒരു ഫോമിലായിരിക്കും കിട്ടണത്. നമ്മളിങ്ങനെ ഇത് പിഴിയാൻ പോവാണ്. ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുത്ത് കുഞ്ഞിന് ആവശ്യമുള്ള രീതിയിൽ കൊടുക്കാം. നമുക്ക് ഇത് പിഴിയുമ്പോൾ എന്തോരം വെള്ളം കിട്ടണ്ടെന്ന് നോക്കാം. സ്വാഭാവികമായിട്ടും ആ വെള്ളത്തിൻ്റെ കാഠിന്യം അനുസരിച്ചായിരിക്കും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അസുഖം മാറാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ അത് കഴിയുന്ന നന്നായിട്ട് ഓടുന്ന രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. അതൊന്നും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും. നമ്മളിങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് കഴുകിയെടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു കഷായത്തിൻ്റെ പാത്രമാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും ഇതുപോലെ കഷായ പാത്രം എന്ന് പറഞ്ഞൊരു പാത്രം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെറിയ ഇതുപോലുള്ള പൊടിക്കൈകൾ ചെയ്യുന്നത് അതിൻ്റെ സൗകര്യാർത്ഥം ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ നീര് വറ്റി കിട്ടും. ശരിക്കും നമ്മൾ തിരുമ്മിയിട്ട് പിഴിയണം. അപ്പോൾ അതിൻ്റെ നീരായിട്ട് നമുക്ക് കിട്ടുന്ന ആ നീരാണ് കുട്ടികൾക്ക് വായിൽ കുറേശ്ശെ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾ കഴിക്കാനൊരു വിമ്മിഷ്ടം കാണിക്കും. അപ്പോൾ അതിന് ഒരു സൈഡായിട്ട് നമുക്കൊരല്പം തേന് കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഇതേപോലെ ഒരു അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊന്നും ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊന്നും ആയിരിക്കില്ല നമ്മളൊരു ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുക. അപ്പോൾ നമുക്ക് കഴിയുന്നതും വീടുകളിൽ ചെയ്യാവുന്ന ചെറിയ പൊടിക്കൈകളാണെങ്കിലും അതിലൊരു കാതലായൊരു തത്വം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ കഴിയുന്ന ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോയിൽ പറയാൻ നന്ദി നിർത്തുന്നു.